Good morning, everyone. I welcome you all for today's session. In last session, I have started a new unit, Unit 5. Is it? Yes. So, in Unit 5, we have started with our new poem, The Balloon Man. And in that poem, I have taken only first two stanzas. And in today's class, I am going to take the remaining two stanzas. Okay. So, I hope you all are having your English textbook on your hand. Get ready for the session. So take page number 43. I'm going to revise what I have taken in the last class. Okay, Miss, last class first two stanza എടുത്തിരുന്നു. അപ്പോൾ ഫസ്റ്റ് മിസ് ടു സ്റ്റാൻസേഴ്സ് മിസ് റിവൈസ് ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് റിമൈനിങ് ടു സ്റ്റാൻസയിലേക്ക് പോകാം. ഓക്കെ Okay, we'll start with the first stanza. The balloon man. He always comes on market days and holds balloons, a lovely bunch. And in the market square he stays and never seems to think of lunch. Yes, what the poet is saying here, balloon man എല്ലാ മാർക്കറ്റ് ഡേയ്സിലും വരും. ഹോൾഡിങ് എ ലവ്ലി ബഞ്ച് ഓഫ് ബലൂൺ. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ പിടിക്കുക. എന്ത് പിടിച്ചിട്ടാണ് വരാറ്? ഒരു വലിയ ബഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ബലൂണ് ഒറ്റ കെട്ടാക്കി കെട്ടി എല്ലാ മാർക്കറ്റ് ഡേയ്സിലും വരും. ആൻഡ് ഇത് മാർക്കറ്റ് സ്ക്വയർ ഹി സ്റ്റേസ്. എന്നിട്ട് എവിടെയാണ് നിൽക്കാറ്? മാർക്കറ്റ് സ്ക്വയറിൽ നിൽക്കും. ആൻഡ് നെവർ സീംസ് ടു തിങ്ക് ഓഫ് ലഞ്ച്. ഒരിക്കലും ലഞ്ചിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാറില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഹി വോണ്ട് ടു സെൽ ഓൾ ദീസ് ബലൂൺസ് അല്ലേ? കയ്യിലുള്ള എല്ലാ ബലൂൺസും വിൽക്കണം, എന്നിട്ട് വേണം വീട്ടിലേക്ക് മടങ്ങാൻ. സോ ഹി നെവർ സീംസ് ടു തിങ്ക് ഓഫ് ലഞ്ച്. ആൻഡ് we are going to start with our second stanza now. And they are red and purple, blue and green. And when it is a sunny day, the carts and people get between. You see them shining far away. Okay, so what are the colors of the balloon? The colors of the balloon are red, purple, blue and green. Is it? And if it is a sunny day ആയാൽ എങ്ങനെയുണ്ടാവുക? ദ കാർട്സ് ആൻഡ് പീപ്പിൾ ഗെറ്റ് ബിറ്റ്വീൻ. ഈ ബലൂൺ മാനിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ കാർട്സും കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ പെടും. യു സീ ദം ഷൈനിങ് ഫാർ അവേ. എന്നിരുന്നാൽ പോലും നമ്മൾ എത്ര ദൂരത്ത് നിന്നാലും ഈ ബലൂൺസൊക്കെ ഷൈൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ. I hope these two stanzas is very clear for you. Now we are moving on to the third stanza. Okay. Now, all of you please listen. I am going to recite the third one. And some are big and some are small. And some are big and some are small. All tied together with a string. All tied together with a string. And if there is a wind at all, they tug and tug like anything. And if there is a wind at all, they tug and tug like anything. Now fourth stanza. Someday perhaps he will let them go. Someday perhaps he will let them go. And we shall see them sailing high. And we shall see them sailing high. And stand and watch them from below. They would look pretty in the sky. They would look pretty in the sky. The poet is Rose Fileman. Okay, who wrote this poem? ആരാണ് ഈ poem എഴുതിയത്? Rose Fileman. Okay, now the reading part is over. Now I'm going to give you the line by line explanation. Okay, please listen all of you. Third stanza. And some are big and some are small. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയണത്? ബലൂൺസിനെ കുറിച്ചിട്ട്. സം ആർ ബിഗ്, സം ആർ സ്മോൾ. ചില ബലൂൺസൊക്കെ വലുതായിരിക്കും, ചില ബലൂൺസൊക്കെ ചെറുതായിരിക്കും. ഓക്കെ, സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ.
all tied together with a string. എല്ലാതും കൂടി ടൈഡ് എന്ന് പറഞ്ഞാൽ കെട്ടി വെച്ചിരിക്കും. എങ്ങനെ? വിത്ത് എ സ്ട്രിങ്, ചരട് കൊണ്ട് എല്ലാ ബലൂണും കൂടി ഒറ്റ ബഞ്ചാക്കി ഒരു ചരട് കൊണ്ട് കെട്ടിവെച്ചിരിക്കും. ഓക്കെ. ആൻഡ് സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ, ഓൾ ടൈഡ് ടുഗെദർ വിത്ത് എ സ്ട്രിങ്. എന്തുകൊണ്ടാണ്? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ചരട് കൊണ്ട് കെട്ടിവെച്ചിരിക്കും. ടൈഡ് എന്ന് പറഞ്ഞാൽ കെട്ടുക, വിത്ത് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട് കൊണ്ട്. ഓക്കെ. ഓൾ ടൈഡ് ടുഗെദർ വിത്ത് എ സ്ട്രിങ്. ആൻഡ് ഇഫ് ദർ ഇസ് എ വിൻഡ് അറ്റ് ഓൾ, ഇഫ് ദർ ഇസ് എ വിൻഡ് അറ്റ് ഓൾ, അങ്ങനെ ചിലപ്പോൾ കാറ്റ് വീശിയാൽ. ആൻഡ് ഇഫ് ദർ ഇസ് എ വിൻഡ് അറ്റ് ഓൾ, ആ മാർക്കറ്റിൽ ചിലപ്പോൾ ശക്തമായ കാറ്റെങ്ങാനും വീശിയാൽ, ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വലിയാവും അവിടെ നടക്കുക. അതെന്താണ് ടഗ് ആൻഡ് ടഗ് എന്ന് പറഞ്ഞാൽ? കാറ്റ് എന്ത് ചെയ്യും? ബലൂണിനെ അങ്ങോട്ട് വലിക്കും അല്ലേ? മേലേക്ക് ശക്തമായ കാറ്റ് വീശുമ്പോൾ നമുക്കറിയാം, നമ്മൾ കൈ മുറുക്കി പിടിച്ചിട്ടില്ലെങ്കിൽ ബലൂൺ എന്താവും? ബലൂണ് മേലേക്ക് പറക്കും അല്ലേ? അപ്പോൾ ഈ കാറ്റ് ബലൂണിനെ മേലേക്ക് വലിക്കും. ബലൂൺ മാൻ എന്ത് ചെയ്യും? ബലൂണിനെ താഴോട്ട് വലിക്കും. ഓക്കെ. അതിനാണ് ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ് എന്ന് പറയുക. ഓക്കെ. ടഗ് ആൻഡ് ടഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിച്ചു വലിക്കാണ് നമ്മൾ ടഗ് ആൻഡ് ടഗ് എന്ന് പറയുന്നത്. ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. ഓക്കെ. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഓക്കെ. സോ സം ബലൂൺസ് വിൽ ബി ബിഗ്, സം ബലൂൺസ് വിൽ ബി സ്മോൾ. എന്നിട്ട് അതൊക്കെ എങ്ങനെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്? ഓൾ ടൈഡ് ടുഗെദർ വിത്ത് എ സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ചരട് കൊണ്ട് എല്ലാ ബലൂണും കൂടി ഒരുമിച്ച് കെട്ടിവെക്കും. ആൻഡ് ഇഫ് ദർ ഇസ് എ വിൻഡ് അറ്റ് ഓൾ, ആ മാർക്കറ്റിൽ ചിലപ്പോൾ ശക്തമായ കാറ്റ് വീശിയാലോ എന്ത് സംഭവിക്കും? ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. ബലൂണിനെ കാറ്റ് അങ്ങോട്ട് വലിക്കും. ബലൂൺ മാൻ എന്ത് ചെയ്യും? ഇതൊന്നും കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ബലൂണിനെ താഴോട്ട് വലിക്കും. സോ ദേ ടഗ് ആൻഡ് ടഗ് ലൈക്ക് എനിത്തിങ്. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഓക്കെ. So now we are moving on to the last stanza of this poem. Listen, okay. Someday perhaps he will let them go. someday ചില ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും? പെർഹാപ്സ്. പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ, ചിലപ്പോൾ, ഇതിനൊക്കെ പറയില്ല. അതിനാണ് നമ്മൾ പെർഹാപ്സ് എന്ന് പറയാം. മേ ബി. ഓക്കെ. എന്ത് സംഭവിക്കും? ഹി വിൽ ലെറ്റ് ദം ഗോ. എന്തിനെയാണ് വിടുക? ബലൂണിനെ കൈ തുറന്ന് മേലേക്ക് പറക്കാൻ അനുവദിക്കും. ഓക്കെ. ഹി വിൽ ലെറ്റ് ദം ഗോ. ബലൂണിനെ പിടിച്ച് വെക്കാതെ, കാറ്റത്ത് പിടിച്ച് ഇങ്ങോട്ട് വലിക്കാതെ ബലൂണിനെ മേലേക്ക് പറക്കാൻ അനുവദിക്കും. ഓക്കെ. സംഡേ പെർഹാപ്സ് ഹി വിൽ ലെറ്റ് ദം ഗോ. സെക്കൻഡ് ലൈൻ, ആൻഡ് വി ഷൽ സീ ദം സെയിലിംഗ് ഹൈ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൻഡ് വി ഷൽ സീ ദം സെയിലിംഗ് ഹൈ. മേലോട്ട്, ഒരുപാട് മേലോട്ട് ഈ ബലൂണൊക്കെ പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് വി ഷാൽ സീ ദം സെയിലിംഗ് ഹൈ. ആൻഡ് സ്റ്റാൻഡ് ആൻഡ് വാച്ച് ദം ഫ്രം ബിലോ. നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് സ്റ്റാൻഡ് ആൻഡ് വാച്ച് ദം ഫ്രം ബിലോ. താഴേന്ന് മേലേക്ക് നോക്കി നിൽക്കും അല്ലേ? ഒരുപാട് ബലൂൺ മേലേക്ക് പറന്ന് പോകുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് അത് നോക്കി നിൽക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്ന പോയിറ്റ് പറയണത്? ദേ വുഡ് ലുക്ക് പ്രെറ്റി ഇൻ ദ സ്കൈ. ദേ വുഡ് ലുക്ക് പ്രെറ്റി എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ആ സ്കൈയിൽ ഈ എല്ലാ കളർഫുള്ളായിട്ടുള്ള ബലൂൺസ് പറന്ന് പോകുന്നത് കാണാൻ ഇറ്റ് വിൽ ബി വെരി പ്രെറ്റി ടു വാച്ച്. ഓക്കെ. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ അതെങ്ങനെയാണ് കാണാൻ? ഇറ്റ് വിൽ ബി പ്രെറ്റി. പ്രെറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പ്രെറ്റി ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ? നല്ല കളർഫുള്ളായിട്ടുള്ള ബലൂൺസ് ആകാശത്തേക്ക് പറന്നു പോകുന്നത് കണ്ട് നമ്മളെല്ലാവരും നിന്ന് നോക്കും അല്ലേ? അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. ദേ വുഡ് ലുക്ക് പ്രെറ്റി ഇൻ ദ സ്കൈ. ഓക്കെ. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ സെക്കൻഡ് സ്റ്റാൻസ. അണ്ടർസ്റ്റുഡ്? നൗ ഇറ്റ്സ് ടൈം ടു റിസൈറ്റ് ദ പോയം. I ask all of you to join along with me and recite the poem, okay, together. We can recite the poem together, okay? The balloon man, the balloon man. He always comes on market days and holds balloons a lovely bunch
and in the market square he stays, and never seems to think of lunch. Second stanza. They are red and purple, blue and green. And when it is a sunny day, the carts and people get between. You see them shining far away. Third stanza. And some are big and some are small, all tied together with a string. Okay. And if there is a wind at all, they tug and tug like anything. Now, last stanza. Someday, perhaps, he will let them go, and we shall see them sailing high, and stand and watch them from below. They would look pretty in the sky. They would look pretty in the sky. The poet's name is Rose Fileman. Rose Fileman. Okay, understood? I hope you all recited the poem along with me. Now, I'm going to give you an activity. It's not any writing or reading or nothing. I'm not going to give you an activity which is a big thing. Just a small thing I want to do. ഒരു ആക്ടിവിറ്റി ഒന്നും മിസ്സിൽ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. You just read this poem, recite this poem 4 to 5 times. Okay, നന്നായി റിസൈറ്റ് ചെയ്യുക. Okay. So in the Google Meet, you all will get a chance to recite this poem. So please practice reciting the poem 4 to 5 times. That's the activity I'm going to give you for today's session. Okay? Thank you. See you soon.